അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം എന്നും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ ചായൻ്റെ വെള്ളം മെയിനായിട്ട് വേണം. ചായ ഇല്ലാത്തൊരു കളിയില്ല. കാരണം ചൂടോടെ ഒത്തിരി രാവിലെ ഇപ്പം പ്രത്യേകിച്ച് ഭയങ്കര മഞ്ഞല്ലേ, അപ്പോൾ ചൂടുള്ള ഒത്തിരി ചായ കുടിച്ചാലൊന്ന് ചൂടായിക്കോളും, തണുപ്പൊക്കെ ഒന്ന് വിട്ടുങ്ങാണ്ട്. അപ്പോൾ ഇന്ന് എന്താ പറയുക, രാവിലെ തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുമല്ല, കാക്കുന്ന പണിയുള്ളതുകൊണ്ട് തന്നെ 11 മണിക്ക് ചോറുന്നാൻ വരും. അപ്പം ഞാൻ ഇവിടുന്ന് ജിമ്മിലോട്ട് പോയാൽ പിന്നെ ഒരു 12 മണിയായിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കൽ നടക്കില്ല. അപ്പോൾ രാവിലെ തന്നെ അത് ഉണ്ടാക്കി വെച്ച് പോയാൽ പിന്നെ ഞാനില്ലെങ്കിൽ അതെടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തി മീൻകറിയാണ്. അപ്പോൾ അത് രാവിലെ തന്നെ നേരത്തെ ഒരു 3 ചുട്ടിക്കാക്കി കൊടുത്ത് അങ്ങനെ പറഞ്ഞ ശേഷം കേട്ടോ ബാക്കി ചോറിൻ്റെ പണികളിലോട്ടൊക്കെ ഇറങ്ങിയത്. അങ്ങനെ ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ പച്ചക്കറി ആണെന്ന് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ ഞാൻ മുട്ട അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടോ, ചോറിൻ്റെ കൂടെ തന്നെ ഇട്ട്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് പണിയും കഴിഞ്ഞ് വേറെ ഗ്യാസുമ്പോൾ നമുക്ക് വേറെ പണിയെടുക്കുകയും ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ചുവന്ന പരിപ്പാട്ടോ ഒന്ന് കറി വെക്കാൻ. അങ്ങനെ പരിപ്പായത് കൊണ്ട് തന്നെ വെളുത്തുള്ളി മസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, വലിയുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് പരിപ്പ് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പയറുപ്പേരി ഉണ്ട് കേട്ടോ കൂടെ. ഇപ്പം ഞാൻ പയറുപ്പേരി അങ്ങനെ തൂമിച്ചും കൊണ്ടൊന്നല്ല വെക്കുന്നത്. വെന്തതിന് ശേഷം ഇത്തിരി പച്ചവെളിച്ചെണ്ണ ആക്കിങ്ങാണ്ട് ഇളക്കി ഇറക്കാട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഉപ്പേരി, ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തി ചുട്ടെടുത്തു. കാരണം മക്കൾക്കൊന്നും മദ്രസ ഇല്ല, അതുകൊണ്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ ഓരോ കൂടെ തന്നെ എനിക്ക് ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി ബാക്കിയുള്ളതും ചപ്പാത്തി ചുട്ടെടുത്ത്. അപ്പോൾ ഇതാ പരിപ്പ് വന്നതിന് ശേഷം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കട്ടെ. തേങ്ങ അരക്കാത്തൊരു കറിയാണ്, അടിപൊളി ടേസ്റ്റാട്ടോ ഇത്. എന്താ പറയുക, മുരിങ്ങക്കായൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മുരിങ്ങക്കോല് വേവുന്ന വരെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ബ്രൗൺ റൈസും വെച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കുള്ള ചോറ് എനിക്ക് ഞാൻ വെച്ചതാണ്. കഴിഞ്ഞ ആഴ്ച വെച്ചത് തീർന്നു, അപ്പം ഇനി വെച്ചതാണ്. ഇപ്പോൾ ചൂടാക്കി തിന്നല്ലോ. അങ്ങനെ അത് മുരിങ്ങക്കായ വേകുന്ന സമയത്ത് ഞാൻ മീൻ പൊരിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മുരിങ്ങക്കായൻ്റെ കറി സെറ്റ് ചെയ്യുന്ന അടിപൊളി ടേസ്റ്റാണ് ഈ കറി. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി, സൂപ്പറാണ്. തേങ്ങ അരക്കാത്തവർ പ്രത്യേകിച്ച് പ്രത്യേക ടേസ്റ്റാണ്. പരിപ്പ് കറി തന്നെ ഒരു പ്രത്യേകിച്ച് ടേസ്റ്റ് അല്ലേ. പിന്നെ അത് കായ്മുളകും കറിവേപ്പില ഇട്ടും തൂമിച്ചാൽ മതി, കടുകും പൊട്ടിച്ച്. അങ്ങനെ അടുക്കളയിലെ അംഗങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടോ. 2 തരത്തിലുള്ള ചോറും പച്ചക്കറിയും മീൻ പൊരിച്ചതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ക്ലീനിങ് ആണ്. ക്ലീനിങ്ങും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അടിയൊക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പോയാൽ പിന്നെ മക്കളെ കൂടെ തന്നെ എനിക്ക് ഇറങ്ങും ചെയ്യാം. അങ്ങനെ കുട്ടികളെ കൂടെ പോയി ജിമ്മിനൊക്കെ പോയി വന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞില്ല, ഒന്ന് മേലെ കഴുകിയാൽ മതി. ജിമ്മിന് പോയി വന്നപ്പോൾ ഒന്ന് വേർക്കുമല്ലോ, അപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകിയത് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.